സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമിയെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. വിയൂർ സെൻട്രൽ ജയിലിലെത്തിയാണ് ചോദ്യം ചെയ്ത്. ജയിലിച്ചാട്ടത്തിന് ആരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്ന് ഗോവിന്ദചാമി ആവർത്തിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജീവനക്കാരുടെയും തടവുകാരുടെയും മൊഴിയെടുക്കും. ജയിലിച്ചാട്ട ദൃശ്യങ്ങൾ പുറത്തു വന്നതിലും അന്വേഷണം നടക്കും. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ തത്സമയം ചേരുന്നു. അരുൺ, യഥാർത്ഥത്തിൽ ഈ ഗോവിന്ദചാമി എന്ന് പറയുന്ന പഠിച്ച ക്രിമിനൽ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ കൃത്യമായി മറുപടി പറയും എന്ന് നമുക്ക് വിശ്വസിക്കാമോ? ഈ കേസ്, ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ കേസ് നിലവിൽ അന്വേഷിച്ചത് കണ്ണൂർ സിറ്റി പോലീസിലെ പ്രത്യേക സംഘമാണ്. ഈ മാസം 1-ാം തീയതിയാണ് ഈ കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ള ഉത്തരവ് പുറത്തു വരികയും ചെയ്തത്. അത് കുറച്ചുകൂടി സമഗ്രമായ അന്വേഷണം അതിൽ വേണം എന്നതുകൊണ്ടാണ് ഇതിലൊരു സ്പെഷ്യൽ ടീം രൂപീകരിക്കുകയും ക്രൈംബ്രാഞ്ച് SP ആയിട്ടുള്ള P ബാലകൃഷ്ണൻ അന്വേഷണ ചുമതല നൽകുകയും ചെയ്തത്. ഈ അന്വേഷണ നടപടി അല്പം വൈകിയാണ് തുടങ്ങിയത്. അതിൽ ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ പറയുന്നത് നിലവിലെ അന്വേഷണ സംഘം കേസ് ഫയൽ നൽകാൻ വൈകി, അതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണവും വൈകിയത്. എന്തായാലും ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഇതിൽ തുടങ്ങിയിട്ടുണ്ട്. കേസ് ഫയലുകൾ നിലവിലുള്ള അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ചിന് കൈമാറി. അതിൻ്റെ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടമെന്നോണമാണ് വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലെത്തി ഗോവിന്ദചാമിയെ ക്രൈംബ്രാഞ്ച് സംഘം വിശദമായി ചോദ്യം ചെയ്തത്. എന്നാൽ ഈ ചോദ്യം ചെയ്യലിൽ നേരത്തെ ഉണ്ടായിരുന്ന അന്വേഷണ സംഘത്തോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഗോവിന്ദചാമി ആവർത്തിച്ചത്. അതിൽ പ്രധാനപ്പെട്ടത് തനിക്ക് ആരുടെയും തന്നെ സഹായം ഈ ജയിൽ ചാട്ടത്തിൽ ലഭിച്ചിട്ടില്ല എന്നതാണ് ഗോവിന്ദചാമി പറഞ്ഞത്. പിന്നീട് ഈ ജയിൽ ചാടിയതിനു ശേഷം തമിഴ്നാട്ടിലേക്ക് പോകാനാണ് തൻ്റെ ഉദ്ദേശമെന്നും അതോടൊപ്പം ഇതിനൊരു തയ്യാറെടുപ്പുണ്ടായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. അത് നേരത്തെ അന്വേഷണ സംഘത്തോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് പൂർണ്ണമായും ക്രൈംബ്രാഞ്ച് സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്, അതിൽ കൂടുതൽ അന്വേഷണം വേണം എന്നതാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. അതിൻ്റെ ഭാഗമായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടുത്ത ദിവസം തന്നെ എത്തി ഈ സഹതടവുകാർ, ഈ ഗോവിന്ദചാമിക്കൊപ്പം ഉണ്ടായിരുന്ന സഹതടവുകാർ, അതോടൊപ്പം ജയിൽ ഉദ്യോഗസ്ഥരുൾപ്പെടെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് ക്രൈംബ്രാഞ്ച് എന്തായാലും കടന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ പറയുന്നത്, ഇപ്പോൾ നിലവിൽ കണ്ടെടുത്തിട്ടുള്ള ആയുധം ഉപയോഗിച്ച് തന്നെയാണോ ഈ സെല്ല് ഈ ഇരുമ്പ് കമ്പി മുറിച്ചത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. മറ്റേതെങ്കിലും ആയുധം ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരേണ്ടതുണ്ട്. ഇതിലെല്ലാം വിശദമായ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. SKN. ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂർ വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.